മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ ഒരു ഖബറ് കണ്ടു. ആ ഖബറ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശ്രദ്ധിച്ചപ്പോൾ ആ ഖബറിലുള്ള ആളെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ അവിടെ നിന്ന് പോയി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അതിലൂടെ തിരിച്ചു വരുമ്പോൾ ആ ഖബർ ശ്രദ്ധിച്ചു. അപ്പോൾ ആ ഖബർ പ്രകാശിക്കുന്നു. മാത്രമല്ല ആ ഖബറിൽ ഉള്ള ആളെ ശിക്ഷിക്കപ്പെടുന്നില്ല. ആദ്യം ശിക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നില്ല. മാത്രമല്ല റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ വന്നിരിക്കുന്നു. ആ ഖബറിൽ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ സംഭവം അത്ഭുതമായി തോന്നി. അങ്ങനെ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് അറിയണം. കാരണം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് പോകുമ്പോൾ ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ഖബറിലുള്ള ആൾ. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ആ ഖബറിൽ ശിക്ഷയില്ല. റഹ്മത്തിൻ്റെ മലക്ക് വന്നിരിക്കുന്നു, ആ ഖബർ പ്രകാശിക്കുന്നു. എന്താണ് ഇതിന് കാരണം എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയാൻ ആഗ്രഹമായി. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചു. അള്ളാഹുവിനോട് ആ രഹസ്യം അറിയിച്ചു തരാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. ഉടനെ തന്നെ വരുന്നു, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചതാണ് കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇയാൾ ഒരു ദോഷിയായ മനുഷ്യനായിരുന്നു. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ദോഷിയായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ കഴിഞ്ഞു. ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ കുട്ടിയെ പ്രസവിക്കപ്പെട്ടു. ആ ഉമ്മ പ്രസവിച്ചു. അങ്ങനെ കുട്ടി എന്തായി, വളർന്ന് വലുതായി. അങ്ങനെ കുട്ടിയെ മദ്രസയിൽ പറഞ്ഞയച്ചു, അഥവാ അറിവ് പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. അങ്ങനെ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് പഠിച്ചു. ഉസ്താദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുട്ടി ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ചൊല്ലാൻ തുടങ്ങി. അതുമുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ ഉപ്പയുടെ ഖബറിൽ ഉള്ള ശിക്ഷ നിർത്തി. അല്ലാഹു തആല ആ കുട്ടിയുടെ ഉപ്പയെ ഖബറിൽ വെച്ചിട്ടുള്ള ആ ശിക്ഷ നിർത്തി. അതെന്തുകൊണ്ടാണ് നിർത്താൻ കാരണം? അല്ലാഹു തആല കാരണം ഉപ്പയെ ഖബറിലിട്ട് ശിക്ഷിക്കുകയും അയാളുടെ മകനാണെങ്കിലോ അള്ളാഹുവിൻ്റെ പേര് പറയുകയും ചെയ്യുകയാണ്. അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ, ആ കുട്ടിയുടെ ഉപ്പയെ ഖബറിലിട്ട് ശിക്ഷിക്കുകയും ചെയ്യുന്നത് ഞാൻ ലജ്ജിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഉപ്പയെ ഖബറിലിട്ട് ശിക്ഷിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞു അല്ലാഹു തആല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടി മദ്രസയിൽ പഠിച്ചതുകൊണ്ട്, ഖുർആൻ പഠിച്ചതുകൊണ്ട്, ബിസ്മി പഠിച്ചതുകൊണ്ട് ഈ ഉപ്പാക്ക് കിട്ടിയൊരു നേട്ടം നിങ്ങൾ നോക്കൂ. ഖബറിലെ ശിക്ഷ അല്ലാഹു തആല നിർത്തി. ഈ കുട്ടി മദ്രസയിൽ ഖുർആൻ പഠിക്കുന്നത് കൊണ്ട്,
ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് ബിസ്മി പഠിച്ചത് കൊണ്ട്, ആ കുട്ടി ബിസ്മി ചൊല്ലാൻ തുടങ്ങിയത് കൊണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന ഗുണം എത്രത്തോളമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മക്കൾ അറിവ് പഠിച്ചാലും അതിൻ്റെ ഗുണം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധ നമുക്കുണ്ടാവണം. മദ്രസയിൽ നമ്മൾ പൂർണ്ണമായിട്ട് പഠിപ്പിക്കണം. അതും വൃത്തിയായി എല്ലാ ക്ലാസ്സുകളും നല്ല പൂർണ്ണമായി തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ, മക്കളെ കൊണ്ട് നമുക്ക് രണ്ട് ലോകത്തും വിജയമുണ്ടാവണമെങ്കിൽ നമ്മൾ മക്കളെ മദ്രസ പഠിപ്പിക്കണം, നമ്മൾ അറിവ് പഠിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തിലും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മക്കൾക്കൊക്കെ നാഫിയായ ഇൽമിനെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠന പുരോഗതി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഇരു ലോകത്തും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.